എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 25 ചൊവ്വാഴ്ച, അതായത് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു. മാർക്കറ്റിൽ ഇന്ന് ഒരു വോളറ്റിലിറ്റി അനുഭവപ്പെട്ടു. എക്സ്പയറി വീക്ക് ആയതുകൊണ്ട് തന്നെ ഇന്നലെയും ഒരു ചെറിയ വോളറ്റിലിറ്റിയാണ്. മാത്രമല്ല, ഒരു ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് വളരെയധികം ഡിഫിക്കൽട്ടായ ഡേകളാണ് ഇപ്പോഴുള്ളത്. സ്ലൈറ്റ്ലി എല്ലാം തന്നെ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ മിഡ് ക്യാപ്പ് മാത്രം ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി സ്ലൈറ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. നമ്മുടെ രൂപ ദുർബലമാകുന്നതും അതുപോലെ തന്നെ FISന്റെ കണ്ടിന്യൂസ് സെല്ലിങ്ങും ഇനി വരാനിരിക്കുന്ന FOMC യോഗത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതയെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡിംഗ് ഡീലിലെ പുരോഗതിയെക്കുറിച്ചും ഇത്തരം കാര്യങ്ങൾക്കുള്ള വ്യക്തത വരാനിരിക്കുകയാണ്. വ്യക്തത ആവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വ്യക്തതയ്ക്കായി ഇൻവെസ്റ്റർമാർ കാത്തിരിക്കുന്നതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് ഡേയിലൂടെ നമ്മുടെ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില പോസിറ്റീവ് ന്യൂസുകൾ ഉണ്ടായിരുന്നിട്ടും 26,000 എന്നുള്ള ഈ ലെവലിനടുത്ത് സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നിരുന്നാലും സെക്കൻഡ് ക്വാർട്ടറിലെ സ്ട്രോങ് ഏർണിങ്സ് എക്സ്പെക്റ്റേഷൻ ഉൾപ്പെടെയുള്ള ശക്തമായ ഡൊമസ്റ്റിക് അടിസ്ഥാന ഘടകങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു നഷ്ടം പരിമിതമാണെന്നാണ് തോന്നുന്നത്. ഹൗസിംഗ് ലോൺ ആവശ്യകതയിലെ ഒരു ശക്തമായ തിരിച്ചുവരവിന് PSU ബാങ്കിൻ്റെ ഷെയർ മാർക്കറ്റ് വർദ്ധിച്ചതും PSU ബാങ്കുകളും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളും ഒക്കെ ഈ കാരണങ്ങൾ കൊണ്ട് പോസിറ്റീവാൻ കാരണമായിട്ടുണ്ട്. അതായത് ഹൗസ് ലോണിന് വേണ്ടിയുള്ള ആവശ്യകത അത് വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ PSU ബാങ്കിൻ്റെ ഷെയർ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ PSU ബാങ്ക് സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചത്. ഇമ്പോർട്ടൻ്റ് ലെവലുകളിൽ നോക്കുമ്പോൾ 25,850 അതുപോലെ തന്നെ 25,800 ഈ സോണിൻ്റെ 20-ഡേ മൂവിങ് ആവറേജ് സോൺ നിഫ്റ്റിക്ക് ഒരു നിർണായക സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുമെന്നാണ് കരുതുന്നത്. 25,800 താഴെയുള്ള ഒരു സസ്റ്റൈൻ മൂവിങ് 25,600 നിഫ്റ്റിയെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം 26,000 26,050 ഈ ഒരു ലെവൽ നിഫ്റ്റിക്ക് ശക്തമായ റെസിസ്റ്റൻസ് ആയിട്ടും തുടരുകയാണ്. ഏതായിരുന്നാലും നിഫ്റ്റിയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് വരാനുള്ള പ്രവണതയാണ് കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 25,857 വരെ ഇന്ന് വന്ന് 25,884 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടാണ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം ഇവിടെ വീണ്ടും ചെറിയൊരു ട്രെൻഡ് ലൈൻ ഫോമായി അതും ബ്രേക്ക് ചെയ്തിപ്പോൾ താഴത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഡബിൾ ബോട്ടവും ക്രിയേറ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് 25,750 നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 25,750 വരെ വരാനുള്ള സാധ്യതയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ട്രേഡിംഗ് നടത്തേണ്ടതുണ്ട്. 74 പോയിന്റ് നെഗറ്റീവിൽ 25,884 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തു. 313 പോയിന്റ് നെഗറ്റീവിലാണ് സെൻസെക്സിന് ക്ലോസ് ചെയ്യേണ്ടി വന്നത്. 84,587 എത്തി നിൽക്കുന്നു. എന്നാൽ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം പിടിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല ഒരു അതായത് ഇതിൽ പ്രധാനമായും ഹെവി വെയ്റ്റ് ബാങ്ക് സ്റ്റോക്കുകളിലുള്ള ബയ്യിങ് പ്രഷർ തന്നെയാണ്. 15 പോയിന്റ് നെഗറ്റീവിൽ 58,820 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ നിഫ്റ്റിയിൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഭാരത് ഇലക്ട്രോൺ, SBI, ശ്രീറാം ഫിനാൻസ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവ 1% മുതൽ 2% വരെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 32 സ്റ്റോക്കുകൾ ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ അദാനി എൻ്റർപ്രൈസസ്, ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ട്രെൻഡ്, ഇൻഫോസിസ്, HDFC ബാങ്ക് എന്നിവ കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തി. 1% മുതൽ 3% വരെ
ഈ സ്റ്റോക്കുകൾ ഇന്ന് റെഡിലാണ്. ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി PSU ബാങ്ക് എന്നിവയാണ് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത്. 1.62%, 1.5% മുകളിലാണ് ഈ രണ്ട് സെക്ടറുകളും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് വിപരീതമായി നിഫ്റ്റി IT അതുപോലെ തന്നെ നിഫ്റ്റി മീഡിയ എന്നിവ ഇടിയുകയാണ് ചെയ്തത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളേക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു നിഫ്റ്റി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവ ഏകദേശം 0.5% മുതൽ 0.5% വരെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പരിശോധിക്കുക. അവിടെ ലിങ്ക് കാണാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ന്യൂ ഇയർ വരുന്നതുകൊണ്ട് ചില ഓഫറുകളൊക്കെ ഉണ്ടാവും പ്രീമിയം ഗ്രൂപ്പിൽ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇന്ന് അത്യാവശ്യം എല്ലാ ദിവസവും അത്യാവശ്യം ഒരു 5 ട്രേഡ് എടുക്കുമ്പോൾ ഒരു 4 ട്രേഡൊക്കെ നമുക്ക് പ്രോഫിറ്റോടുകൂടി ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത് 59,000 മുകളിൽ ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ എൻട്രി എടുക്കാം എന്നാണ്. നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്തത് ഈ രണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾക്ക് ഇടയിലാണ്. ശേഷം ഇവിടെ ചെറുതായിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിന് പുറത്തേക്ക് ബോഡി കാണിച്ചെങ്കിലും താഴത്തേക്ക് തന്നെ വന്നു. ലാസ്റ്റ് 2 മണിയോട് കൂടിയിട്ടാണ് ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. ആ സമയത്ത് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ തന്നെ 140 പോയിന്റിൻ്റെ റാലി ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. ഏതായിരുന്നാലും 2 മണി സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വാളറ്റേറ്റീവ് നിലനിൽക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് ചെറിയ പ്രതീക്ഷയും നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും കയ്യോടെ നാളേക്കുള്ള നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ വാച്ച് ചെയ്തോളൂ. 59,170 മുകളിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ 59,150 മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു ലെവൽ തന്നെ വാച്ച് ചെയ്യാം, 58,650. ഓക്കെ, അപ്പോൾ ഈ 2 ലെവലുകളും നാളെ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് 26,100 ഏതായിരുന്നാലും ആ റേഞ്ചിലേക്ക് നിഫ്റ്റി പോയിട്ടില്ല. 25,900 910 റേഞ്ചാണ് സപ്പോർട്ട് പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും ഇന്ന് ഓപ്പൺ ചെയ്ത് തന്നെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾക്ക് ഇടയിലാണ്. അവസാനം 3 മണിയോടുകൂടി, അതായത് 2:45 കൂടിയാണ് ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇനി അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ 50 പോയിന്റിന്റെ റാലിയാണ് ഇന്ന് നിഫ്റ്റിയിൽ നടന്നിട്ടുള്ളൂ. ഏതായിരുന്നാലും ഇന്നത്തെ ട്രേഡിംഗ് അത്ര ഒരു സുഖമല്ലായിരുന്നു. എന്നിരുന്നാലും സ്കാൽപ്പിങ്ങിലൂടെ നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. നമുക്ക് നാളെ റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ ഈ ഒരു സ്വിംഗ് സോൺ വാച്ച് ചെയ്യാം. 26,030 മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അപ്പ് സൈഡിലേക്ക്. ഡൗൺ സൈഡിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ 25,850 താഴെ. ഓക്കെ, 25,850 താഴെ എൻട്രി എടുക്കാം. നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നേരെ മുകളിലേക്ക് വന്ന് വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് മാത്രം എൻട്രി എടുത്താൽ മതിയാവും. ഈ 2 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളും മാർക്ക് ചെയ്യുക. നാളെ ഇവ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷ്മം വീക്ഷിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റ് ബിൽഡ് ആവട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. ബൈ.